ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സ്മൈൽ വിത്ത് ജോ. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നത് വീക്കിലി വൺസ് ചെയ്യുന്ന ഡീപ്പ് ബാത്റൂം ക്ലീനിങ് ആണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു. ഇതിനോടൊപ്പം തന്നെ ബാത്റൂമിലെ എണ്ണയുടെ കറ, അഴുക്ക് ഇതെല്ലാം നമുക്കൊക്കെ എങ്ങനെ വളരെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാം എന്നുള്ളതിൻ്റെ കുറച്ച് ടിപ്സ് കൂടി ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. മാത്രമല്ല അടുത്തിരിക്കുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തിയാലേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ചില സമയത്ത് ഈ ക്ലീനിങ് തുടങ്ങാനായിട്ട് നല്ല മടിയാണ്. അങ്ങനെയുള്ള സമയത്ത് ഈ ഒരു വീഡിയോ കണ്ട ശേഷമാണ് ഞാൻ ഇതുപോലുള്ള ക്ലീനിങ് എല്ലാം സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. ഈ ഒരു സോങ് കണ്ടതിന് ശേഷം എനിക്ക് എവിടെ നിന്നാണെന്ന് അറിയില്ല, എനിക്ക് മുഴുവൻ ബാത്റൂം ക്ലീൻ ചെയ്യാനുള്ളൊരു പോസിറ്റീവ് വൈബ് ഈ ഒരു സോങ്ങിലൂടെ കിട്ടാറുണ്ട്. ഇനി ക്ലീനിങ്ങിനായിട്ട് ക്ലീനിങ് പ്രോഡക്ട്സും ടൂൾസും എല്ലാം റെഡിയാക്കി കഴിഞ്ഞു. ഞാൻ ഈ ഒരേ സമയം തന്നെയാണ് വീട്ടിലെ എല്ലാ ബാത്റൂമും കഴുകാറുള്ളത്. കാരണം ഓരോരോ സമയത്ത് ബാത്റൂം കഴുകുമ്പോൾ എനിക്ക് ഒരുപാട് ജോലി ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരേ സമയത്ത് എല്ലാം ബാത്റൂമും കഴുകുമ്പോൾ വളരെ എളുപ്പമാണെന്ന് തോന്നാറുണ്ട്. പിന്നെ നമ്മൾ ഏത് ക്ലീനിങ് ആയാലും അതിനായിട്ട് തിരഞ്ഞെടുക്കുന്ന ക്ലീനിങ് പ്രോഡക്ട്സ് വളരെ നല്ലതാണെങ്കിൽ നമ്മുടെ ക്ലീനിങ് ഈസി ആയിട്ട് കഴിയും. അപ്പോൾ ഞാനിവിടെ ബാത്റൂം ടൈൽസിലെ എണ്ണയുടെയും അതേപോലെ സോപ്പിൻ്റെ എല്ലാം അഴുക്കും കറകളും പോകാനായിട്ട് ഞാൻ ഈ ഒരു ബാത്റൂം ക്ലീനറാണ് ഉപയോഗിക്കുന്നത്. ആദ്യം ഈ ബാത്റൂം ക്ലീനർ ഫ്ലോറിലും ഭിത്തിയിലും ഒരു 10 മിനിറ്റ് ഒന്ന് തേച്ച് പിടിപ്പിക്കാറുണ്ട്. ഇങ്ങനെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം ബാത്റൂം ബ്രഷ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഈ കറകളെല്ലാം കൈനൊട്ടും ബലം കൊടുക്കാതെ തന്നെ ഇത് ഇളകി വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത്രയും നല്ലൊരു ക്ലീനിങ് പ്രോഡക്റ്റാണിത്. ഇനി ഈ ഒരു 10 മിനിറ്റ് ആ ഒരു ഗ്യാപ്പിലാണ് ഞാൻ മറ്റുള്ള ബാത്റൂമിലെ സ്ഥലം വൃത്തിയാക്കാറുള്ളത്. അപ്പോൾ ആദ്യം വാഷ് സ്പേസാണ് വൃത്തിയാക്കി കൊടുക്കാറുള്ളത്. വാഷ് സ്പേസിൽ കൂടുതൽ കറയായിട്ടൊക്കെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഹാർപ്പിക്കിൻ്റെ തന്നെ ബ്ലൂ ബോട്ടിൽ ഉപയോഗിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അതല്ല വാഷ് സ്പേസിനകത്ത് ഈ കറുത്ത കുത്തു പോലെ ഒരു ഫംഗസ് പോലെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ ബ്ലീച്ചിങ് പൗഡറാണ് അതിനേക്കാൾ കുറച്ചുകൂടി നല്ലതെന്ന് പറയാം. പിന്നെ ക്ലോസറ്റ് വാഷ് ചെയ്ത് കൊടുക്കാനായിട്ട് ഞാൻ ഹാർപ്പിക്കിൻ്റെ തന്നെ ബ്ലൂ ബോട്ടിലാണ് ഉപയോഗിക്കാറുള്ളത്. പിന്നെ ഇതുപോലുള്ളൊരു ഫ്ലഷ് മാറ്റിക് ഇപ്പം മിക്ക ഷോപ്പുകളിലും അവൈലബിൾ ആണ്. ഇത് ഉപയോഗിക്കുന്നതും വളരെ നല്ലതാണ്. പിന്നെ ക്ലോസറ്റ് ക്ലീൻ ചെയ്ത ശേഷം ബ്രഷ് ഇതുപോലെ വെച്ച് കൊടുക്കാറുണ്ട്. കാരണം പെട്ടെന്ന് ആ വെള്ളം എല്ലാം പോയി ഡ്രൈ ആയി കിട്ടാനാണ്. പിന്നെ ബാത്റൂമിൻ്റെ ഈ ഒരു സൈഡ് നല്ല പൊടി ഉണ്ടാവും. ഇപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഇങ്ങനെ തുടച്ചെടുക്കുമ്പോഴത്തേക്കും ഒരു കറുത്ത പൊടി ഇങ്ങനെ കുറേ വരുന്നുണ്ടാവും. അപ്പോൾ അവിടെ കൂടി ഞാൻ തുടച്ചെടുക്കാറുണ്ട്. പിന്നെ സോപ്പ് വയ്ക്കുന്നിടം അവിടെ ഇവിടെ എല്ലാം സോപ്പിൻ്റെ അംശങ്ങളായിട്ട് കാണുമ്പോൾ തന്നെ ഒരു അൺക്ലീൻ ആയിട്ട് ഇരിക്കുന്ന പോലെ തോന്നാറുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം വാഷ് ചെയ്ത ശേഷം സ്ക്രബിൽ നന്നായിട്ട് പതിയുണ്ടാവും. അപ്പോൾ ആ ഒരു പദം ഉപയോഗിച്ച് തന്നെ ബ്രഷ് വയ്ക്കുന്ന ഈ ബൗളിൻ്റെ അകത്ത് നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെ കറ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ആ പദം ഉപയോഗിച്ച് ആ ബൗളും പിന്നെ എല്ലാ ടാപ്പും ഹാൻഡ് ഷവറും എല്ലാം ഈ ഒരു സോപ്പിൻ്റെ പദം ഉപയോഗിച്ച് തന്നെ കഴുകിയെടുക്കുമ്പോൾ ക്ലീനിങ് വളരെ ഈസി ആയിട്ട് കഴിയുന്ന പോലെ തോന്നാറുണ്ട്. മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇനി ഫ്ലോർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്ന നേരം ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ തന്നെ എല്ലാ അഴുക്കുകളും പോയി ക്ലിയറായി കഴിഞ്ഞു. ഇനി ചിലയിടത്തൊന്നും ബ്രഷ് ചെയ്യുമ്പോൾ അങ്ങനെ കിട്ടില്ല. അപ്പോൾ ആ ഒരു സ്ഥലത്ത് ടൂത്ത് ബ്രഷ്, പഴയ ടൂത്ത് ബ്രഷൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവിടെ കൂടി നന്നായിട്ട് വൃത്തിയായി കിട്ടും. ഫ്ലോറെല്ലാം ക്ലീൻ ചെയ്ത ശേഷം പിന്നെ വൃത്തിയാക്കുന്നത് ഗ്ലാസ് പാർട്ടീഷൻ്റെ ഭാഗമാണ്. അവിടെ എല്ലാം ഈ വെള്ളത്തിൻ്റെ പാടുകളും സോപ്പ് പതയുടെ കുത്തുകളെല്ലാം വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ഒരു ക്ലീനിങ് പ്രോഡക്റ്റാണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തതിന് ശേഷം ഗ്ലാസ്സിലൊട്ടും സ്പോട്ട് ഉണ്ടാവില്ല. മാത്രമല്ല നല്ല ഷൈനിങ് ആയിട്ടുണ്ടാവും കാണാനായിട്ട്. ഇനി ക്ലീനിങ് എല്ലാം കഴിഞ്ഞ ശേഷം ബാത്റൂം വൈപ്പർ ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഫ്ലോറെല്ലാം ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇങ്ങനെ വൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ബാത്റൂം ഡ്രൈ ആയി കിട്ടും. ആ ഒരു ഈർപ്പത്തിൻ്റെ ഒരു സ്മെല്ലും ഉണ്ടാവില്ല. ഈ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ ശേഷം ബാത്റൂമിൻ്റെ ഭാഗത്തുള്ള ഡോർ മാറ്റും കൂടി ക്ലീൻ ചെയ്യാനായിട്ട് മാറ്റി കൊടുക്കുകയാണ്. എന്നിട്ട് പുതിയ മാറ്റ് ഇട്ട് കൊടുക്കുകയാണ്.
അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.